ടോക്സിക് ടീസർ വന്നു. ഷെയ്റ്റ് ഷെയ്റ്റ് എന്ന് പറഞ്ഞ് മൂപ്പിച്ച് വിട്ട ഗീത ചേച്ചി എയറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇതിൽ കാണിച്ച സ്ത്രീവിരുദ്ധതയാണെന്നോ പുരുഷാധിപത്യമാണെന്നോ ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. സിനിമയെ നമ്മൾ സിനിമയായിട്ടാണ് കാണുന്നത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. പണ്ടൊരു പുതുമുഖ സംവിധായകൻ മമ്മൂട്ടിയെ വെച്ച് കസബ ചെയ്തപ്പോൾ ഇവരുണ്ടാക്കിയ പൊല്ലാപ്പൊന്ന് ആലോചിച്ചു പോയി. Kasaba. I was definitely disappointed to watch an actor par excellence, whom I've many films of his own watched, who happened to say certain dialogues which were not only derogatory but most saddening to a woman in a scene. ബെൽറ്റിൽ പിടിച്ചു വലിച്ച സീനിന് അവനെയും ഡ്രോമയിലാക്കി, മെഗാസ്റ്റാറിനെയും വിമർശിച്ചു, ആളുകൾ തിരിഞ്ഞുകൊത്തി പാർവതിയെ ഫീൽഡ് ഔട്ടും ആക്കി. കസബ ലോകോത്തര പടം അല്ലെങ്കിലും കണ്ടിരിക്കാം. ഫാമിലി ആയിട്ട് കാണണോ കാണിക്കണോ അത് അവനവൻ്റെ ഇഷ്ടം. അതിലെ നായകൻ പുണ്യാളനും അല്ല. ഇവരുടെ ഇരട്ടത്താപ്പ് നോക്കണേ. മലയാളത്തിൽ പാടില്ല, മമ്മൂക്ക ചെയ്തുകൂടാ, യാഷ്, പാൻ ഇന്ത്യ ഇതൊക്കെ വന്നപ്പം ഇതൊന്നും ബാധകമല്ല. നാടോടുമ്പോൾ നടുവേ. As a filmmaker, it is an added responsibility that people are comfortable when they watch with their family, with their spouse. അന്ന് ഇവരുടെ വായ്ത്താളം കേട്ട് പാവാടകളും ഗുൽമോഹറുകളും ഒക്കെ ആയവരെവിടെ? പൊരിച്ച മീനിൻ്റെ കഥ കേട്ടിട്ട് കറി മാത്രം കഴിക്കുന്നവർ പോലും ഉണ്ടായിരുന്നു ആ സമയത്ത്. ചേച്ചിപ്പെണ്ണ് തീയോ പുകയോ ആവട്ടെ, നീയൊക്കെ ആരായി? ഓൾറെഡി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ മൂലം പൊറുതിമുട്ടുന്ന ടൈമാണ്. റീസെൻ്റ് വന്ന കേസുകൾ നോക്കുക. ഇത്രേ ഉള്ളൂ ഇവരുടെയൊക്കെ നിലപാട്. പടം കൊള്ളാമെങ്കിൽ കാണും, അംഗീകരിക്കും, ഹിറ്റ് അടിക്കും. ഇതിനപ്പുറത്തെ വയലൻസും സ്വീകാര്യവുമാണ്. പറഞ്ഞതും ചൂണ്ടിക്കാണിച്ചതും ഓന്തുപോലും തോറ്റുപോകുന്ന നിലപാടിന് മാത്രമാണ്.